കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് ന്യൂസ് 18-ൽ ചേരുന്നത്. സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം ശ്രീ രമേശ് ചെന്നിത്തല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല UDF-നും അങ്ങനെ തന്നെയാണ്, അതിനിർണായകമായൊരു ഘട്ടമാണ്. 2026-ൽ എന്തായാലും അധികാരത്തിൽ വന്നേ തീരൂ കേരളത്തിൽ. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിനുള്ള ഒരു അന്തരീക്ഷം അത് രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ? ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റാണ്. വാസ്തവത്തിൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാർ ആണ് കേരളത്തിന് ദുരന്തമായി മാറിയിരിക്കുന്നത്. ഈ ഗവൺമെൻറ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ കൂടുതലും CPM-നകത്താണ്. ആ പാർട്ടി തന്നെ തകർന്നിരിക്കുകയാണ്. ജീർണത ബാധിച്ചൊരു പാർട്ടിയായിട്ട് മാറിയിരുന്നു. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നു. നമ്മളതിനെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. ആര് തടസ്സപ്പെടുത്തും? കോൺഗ്രസ് UDF ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ ഒരു സംശയവുമില്ല, ഗവൺമെൻറ് അധികാരത്തിൽ വരും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ആരോട് ചോദിച്ചാലും പറയും. താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പകരം ആര് എന്ന ചോദ്യം വരുമ്പോൾ ജനങ്ങൾ ചോദിക്കും, മറുവശത്തുള്ളവർ ഒറ്റക്കെട്ടല്ലല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ ആരെ കണ്ടിട്ട് വോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്, കോൺഗ്രസും UDF-ഉം അത് മനസ്സിലാക്കണമെന്ന്. മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കെട്ടുറപ്പ്? കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ആളുകൾ പുറത്ത് പറയും. CPM-നകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആരും പുറത്ത് പറയില്ല. അതിനൊരു ഇരുമ്പ് മറയുണ്ട്. ഞങ്ങളൊരു ഇരുമ്പ് മറയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ പലരും ചില അഭിപ്രായങ്ങളൊക്കെ പുറത്ത് പറയും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പിലുള്ള പഞ്ചായത്ത് ഇലക്ഷനാണ്, പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. സാധാരണക്കാരായ ഒരു പ്രവർത്തകൻ അവൻ MLA ആവാൻ MP ആവാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല, പക്ഷേ പഞ്ചായത്ത് മെമ്പറാകാൻ പറ്റും, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാൻ പറ്റും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാൻ പറ്റും, ജില്ലാ പഞ്ചായത്ത് മെമ്പറാവാം, കോർപ്പറേഷൻ കൗൺസിലറാവാം, മുനിസിപ്പാലിറ്റി കൗൺസിലറാവാം. വാസ്തവത്തിൽ ജനാധിപത്യം ഏറ്റവും അർത്ഥപൂർണ്ണമാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെയാണ്. MLA-ക്കുള്ള ഫണ്ടിൻ്റെ അധികാരം 6 കോടിയാണ് ആകെയുള്ളത്. ഒരു പഞ്ചായത്തിൽ കോടാനുകോടി രൂപയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ കഴിയും. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നും പ്രവർത്തിച്ചാൽ മാത്രമേ പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ രണ്ട് ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരത്തിൽ പ്രവർത്തിച്ചാലേ മതിയാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മവിശ്വാസക്കുറിപ്പ് താങ്കളുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ട്. 2010-ൽ ഞാൻ KPC പ്രസിഡൻ്റായിരുന്നു. അന്നാണ് കേരളത്തിലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 70% പഞ്ചായത്തുകൾ UDF നേടിയത്. ആ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ കെട്ടുറപ്പിൻ്റെ കാര്യം പറയുമ്പോഴും UDF എന്ന് പറയുന്ന സംവിധാനം പോലും ഇപ്പോൾ LDF-ൻ്റെ അത്രയും വന്നിട്ടില്ല. അതിനകത്ത് ഘടകകക്ഷികളുടെ എണ്ണവും അവരുടെ സ്വാധീനശേഷിയും വെച്ചുകൊണ്ട് അതുകൊണ്ടൊരു മുന്നണി വിപുലീകരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് കോൺഗ്രസും കണക്കാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതല്ലാതെ ഞാൻ 2026-നെ പറ്റിയാണ് ചോദിക്കുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ല. പെട്ടെന്നൊരു മുന്നണി വിപുലീകരണം സാധ്യമാകുമോ എന്നുള്ള കാര്യമൊക്കെയുണ്ട്. അതിനുള്ള ചർച്ചകൾ തുടങ്ങി വെക്കേണ്ട സമയമായി കഴിഞ്ഞിട്ടില്ലേ? ഒരു ചർച്ച ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇപ്പം തന്നെ ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കി അവർ മുന്നണി വിടുന്നില്ല എന്ന്. പിന്നെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ആരാണ്? PV അൻവറാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത നിലപാടുകളോട് യോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണോ വേണ്ടയോ എന്നുള്ളത് കൂട്ടായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇതാണ് സ്ഥിതി. പക്ഷേ ഈ കേരള കോൺഗ്രസ് അവരാരും ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടി. പഞ്ചായത്തുകളിൽ നമ്മൾ വൻപിച്ച വിജയം നേടുന്നു. അപ്പോൾ ഇവരൊക്കെ വലിയ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ് അവരുടെ വില കൂട്ടണ്ട. ഇവരൊക്കെ ഇല്ലാതെ തന്നെ ഞങ്ങൾ UDF വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതോ അതും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ആയിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യുക ബുദ്ധിമുട്ടാണ്. കാരണം ഈ സമീപകാലത്തും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ 2026-ൽ ഈ 2016-ലും 2021-ലും 2021-ൽ ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയൊരു ഘടകമുണ്ട്. നിങ്ങൾ തന്നെ പറയുന്ന CJP എന്നുള്ളൊരു ഘടകം, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നതിനെ. CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള ഒരു ബന്ധം, അത് മറികടക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ്. കാരണം കേരളത്തിൽ LDF-ൻ്റെ ഭരണം ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് BJP കൂടിയാണ്. തീർച്ചയായിട്ടും BJP കഴിഞ്ഞാണ് 69 സീറ്റുകളിൽ CPM-ന് വോട്ട് മറിച്ചു കൊടുത്തു. ഇല്ലാതെ തുടർഭരണം ഉണ്ടാവില്ല. 14% വോട്ടുണ്ടായിരുന്ന BJP-ക്ക് 10 കുറഞ്ഞു. 4% വോട്ട് BJP CPM-ന് കൊടുത്തു. പക്ഷേ ഇത്തവണ വരാൻ പോകുന്നത് അങ്ങനെ കൊടുത്താൽ പോലും
ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അത്രയ്ക്ക് മാത്രം ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ആകെ മുന്നണി വിപുലീകരണമൊന്നും വലിയ ഗൗരവമുള്ള വിഷയമല്ല. കാരണം മുന്നണി വിപുലീകരിക്കണമെങ്കിൽ ഒന്ന്, ഞങ്ങൾ അവരെ എടുക്കാൻ തയ്യാറാകണം. രണ്ട്, അവർ വരാൻ തയ്യാറാകണം. അല്ലാതെ മുന്നണിയിലേക്ക് ഒരു കക്ഷി വരില്ലല്ലോ. വരാൻ താല്പര്യമില്ലാത്ത കക്ഷിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവരില്ലാതെ തന്നെ ഇപ്പം ഉദാഹരണമായിട്ട് കോട്ടയത്ത് പാർലമെൻറ്റ് ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ അടക്കം ഞങ്ങൾ ജയിച്ചില്ലേ? പിന്നെ സഹകരണ സംഘങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവിടെ UDF ജയിക്കുകയാണ്. അപ്പം കോട്ടയം പോലുള്ള ജില്ലയിൽ അതിശക്തമായ സാന്നിധ്യം UDFൻ്റെ ഉണ്ട്. വരാൻ തയ്യാറാകാത്ത ആളുകളെ ഞങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് മുന്നണി വിപുലീകരണം മാധ്യമ സൃഷ്ടിയാണ്. ഇപ്പോഴതിനെപ്പറ്റി ഒരു ആലോചന അല്ല, അത് മുമ്പും അങ്ങനെ മുന്നണി വിപുലീകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ പാർട്ടികൾ ഓരോ മുന്നണിയിൽ നിന്ന് പോകുന്നതിനെക്കുറിച്ചും ചർച്ചകൾ തുടങ്ങി വെക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. അത് പിന്നീട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ തന്നെ കാര്യമാണ്. UDF വിട്ട് LDFിലേക്ക് പോകുമെന്ന് മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് സത്യമായി വരികയാണ്. അതുപോലെ തന്നെ എവിടെയോ ഒരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ചർച്ച ആരും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് അവർ തന്നെ നിഷേധിച്ചല്ലോ. അവർ നിഷേധിച്ചല്ലോ. അപ്പോൾ അവർ നിഷേധിച്ചിടത്തോളം കാലം ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇപ്പോഴത്തെ ഈ സംവിധാനം വെച്ച് UDFിൻ്റെ ഈ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ളത് ഒരു അമിതമായ ആത്മവിശ്വാസമല്ല. ഒരു UDF യോഗം പോലും ചേരാറുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടല്ല? താങ്കൾക്ക് ആ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസും UDFുമാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന്. കേരളത്തിലെ ഈ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. പലപ്പോഴും ഭിന്ന സ്വരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കിയാൽ ജനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് മുന്നണി വിപുലീകരണം എന്നൊരു വിഷയമല്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ UDFിനും പ്രതിച്ഛായയുണ്ട്. LDFിലെ ഘടകകക്ഷികൾ കൂടുതലുണ്ടെന്നുണ്ട്. അവിടെ യാതൊരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഇപ്പോൾ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അഭിപ്രായ പുറത്ത് പറഞ്ഞേനെ. ഇപ്പോൾ പറയുന്നുണ്ടോ? ഇപ്പോൾ വന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു, ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇവിടെ വന്യജീവി കർഷകരെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നു, അവർ മിണ്ടുന്നുണ്ടോ? എത്രയോ വിഷയങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട്. അവരെന്താ അതേസമയം UDFിലായിരുന്നവർക്ക് മിണ്ടാമായിരുന്നു. കാരണം UDF ആരുടെയും അഭിപ്രായത്തെ കൂച്ചുവിലങ്ങിടുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് UDF. പക്ഷേ LDFിൽ പറയാൻ പറ്റില്ല അവർക്ക്. LDFിനകത്തുള്ള ഏതെങ്കിലും കക്ഷി അവരുടെ അഭിപ്രായം പുറത്ത് പറയുമായിരുന്നു. ആകെ പറഞ്ഞുകൊണ്ടിരുന്ന കാനൻ്റായിരുന്നില്ല. അദ്ദേഹത്തിന് ശേഷം ആരും പറയാറില്ല. അപ്പോൾ അതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. അതായത് കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ. അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, മുമ്പൊക്കെ പറയും ഹൈക്കമാൻഡ് എല്ലാം തീരുമാനിക്കും. പക്ഷേ അത് ജനങ്ങളിപ്പോൾ അത് കേട്ട് ഒരു പഴകിയ വാക്കായി മാറിയിരിക്കുകയാണ്. ഒരു ലീഡർ വേണം. എപ്പോഴും ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അത് ഗുണകരമായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാത്തതും അങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതും? സാധാരണഗതിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ എന്ത് വേണമെന്നുള്ള പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. അല്ല, എന്താണ് സാധാരണഗതിക്കും അപ്പുറമായിട്ട് ഞാൻ പറഞ്ഞ ഘടകമാണോ? കാരണം അതല്ല, അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നേതാവിനെ തീരുമാനിക്കുന്നത്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നുള്ള പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. സാധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലം എല്ലാം നോക്കുമ്പോൾ എനിക്കൊരു വലിയ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും ഒരു 82 കാലഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അത് തുടരണം എന്നുണ്ടോ അങ്ങ് വരുമ്പോൾ? കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തില്ലല്ലോ. ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ട്. ആരും എന്നെ പ്രൊജക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചല്ലോ, ശക്തമായി തന്നെ പ്രവർത്തിച്ചല്ലോ. പക്ഷേ കോവിഡ് ആയതുകൊണ്ടും ജനങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ളതുകൊണ്ടും സർക്കാർ അന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ജനങ്ങൾക്ക് കോവിഡിൻ്റെ പേരിൽ കൊടുത്തതുകൊണ്ടുമാണ് നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത്. അതാണ് മെയിൻ കാരണം. ഞാൻ ചോദിച്ച് പ്രൊജക്റ്റ് ചെയ്യണതിൻ്റെ മാത്രം കാര്യമല്ല. അങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചാൽ ആ പ്രതിപക്ഷ നേതാവ് ആരാണോ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും കണ്ടുവരുന്നത് അല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ തീരുമാനിക്കേണ്ടതല്ലല്ലോ.
അപ്പോൾ ഇപ്പോൾ പൊതുവെ ഒരു സമൂഹത്തിലുള്ള ഒരു ചർച്ചയാണ്, അത് താങ്കളും ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു കോൺഗ്രസിൽ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു അടിപിടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്തിനാണ് ആ തർക്കം? കാരണം 2026 ആദ്യം അധികാരത്തിൽ വരട്ടെ എന്നാണല്ലോ കോൺഗ്രസും UDF-ഉം ചിന്തിക്കേണ്ടത്. UDF സംവിധാനത്തിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കോൺഗ്രസ് എന്തിനാണ് അങ്ങനെ, കോൺഗ്രസിലെ ഈ വലിയ നേതാക്കൾ എന്തിനാണ് അങ്ങനെ ഒരു ഒരു ഇമേജ് വെളിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കും? ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ച അനവസരത്തിലുള്ളതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അനവസരത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആദ്യം വേണ്ടത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കുക. പാവപ്പെട്ട പ്രവർത്തകൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞ് അസംബ്ലി ജയിക്കുക. ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്ന് വിശ്വസിക്കുന്ന ആളെ. പക്ഷെ ആരാണ് ആ ചർച്ചയ്ക്ക് വളമൊരുക്കുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളല്ല വളമൊരുക്കുന്നത്, LDF അല്ല, CPM അതിൽ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നില്ല. മാധ്യമങ്ങളിലൂടെ അല്ല ഈ വാർത്തകളെല്ലാം വരുന്നത്. അതങ്ങനെയാണല്ലോ, അവരുടെ ജോലിയാണ്, അവർ ചെയ്തോട്ടെ. അതങ്ങനെയല്ല. മാധ്യമങ്ങളിലൂടെ ഇത് വരുവാനുള്ള കാരണം എന്താണ്? അത് നീ തീരുമാനിക്കേണ്ടത് സ്വയം നേതാക്കൾ തന്നെയല്ലേ? അല്ല, വാർത്തകളൊക്കെ വരും, എല്ലാ കാലഘട്ടത്തിലും വാർത്ത വരും. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വാർത്തയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്തുകൊണ്ട് അത്തരം വാർത്തകൾ വരുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. വാർത്തകൾ വരുന്ന മാധ്യമങ്ങളിടത്തോളം കാലം വാർത്തകൾ വരും. ജനാധിപത്യത്തിൽ വാർത്തകൾ വരുന്ന ആർക്കെങ്കിലും തടയാൻ പറ്റും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇത് പാർലമെൻറ്റ്, അസംബ്ലി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷമാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷേ ഈ 2021 താങ്കൾ പറഞ്ഞു താങ്കളെ ആരും പ്രൊജക്റ്റ് ചെയ്തിരുന്നില്ല എന്ന്. അതിനുശേഷമുണ്ടായ ആ സംഭവ വികാസങ്ങളിൽ നിന്ന് താങ്കൾ ഇതുവരെ മോചിതനായിട്ടുണ്ടോ? താങ്കളുടെ സമീപകാലത്തെ പല അഭിപ്രായ പ്രകടനങ്ങളിലും അങ്ങനെ ഒരു സങ്കടം അക്കാര്യത്തിൽ നിന്ന് എഴുതിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് ചർച്ചയായിട്ട് കാര്യമില്ല. അതായത് 2021 എന്താണോ സംഭവിച്ചത് അത് താങ്കൾ മറന്നു കഴിഞ്ഞു? അല്ല, 2021 ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അൺസെർമോണിയസായി എന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഞാനൊരു തർക്കവും ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. 4 വർഷവും ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത്, പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്ക് മുമ്പുള്ള നേതാക്കന്മാരൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി തന്നെ ഈ പാർട്ടിയിൽ നിന്ന് താങ്കൾ തന്നെ പറഞ്ഞു, ഒരു അൺസെറിമോണിയൽ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യം. അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് മനസ്സിനുള്ളിൽ. അത് പക്ഷേ താങ്കളത് കണക്കിലെടുത്തില്ല, പാർട്ടിയിൽ അത് പ്രതിഫലിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി അതൊരു ആദരപൂർവ്വം തന്നെ താങ്കളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മുന്നണിയും പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ താങ്കൾ തന്നെ ആ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ താങ്കളെ ആദരിക്കണം എന്നുള്ളൊരു ആഗ്രഹം താങ്കളുടെ മനസ്സിലില്ലേ? അല്ല, എൻ്റെ പാർട്ടി അതിനുശേഷം പാർട്ടി എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനത് എന്നോട് നോക്കാൻ പറഞ്ഞു, ഞാൻ നോക്കി. ഗുജറാത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് സ്ക്രീനിങ് കമ്മിറ്റി, ഞാനത് എന്നെ ഏൽപ്പിച്ച ദൗത്യം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ അവിടെ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പാർലമെൻറ്റ് ജയിച്ചു, അസംബ്ലി തോറ്റു. അപ്പോൾ അത് എൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്നെ കോർഡിനേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ശരത് പവാറും ഉദ്ധവ് താക്കറേയും അവർ വിചാരിച്ചാൽ ജയിക്കാത്തവർ ഞാൻ വിചാരിച്ചാൽ ജയിക്കൂ. കാരണം അവിടുത്തെ നേതാക്കന്മാരാണ്. എൻ്റെ ജോലി കോർഡിനേറ്റ് ചെയ്യാനുള്ളതാണ്. അതെൻ്റെ കഴിവ്. 10 മാസം വളരെ ആത്മാർത്ഥമായി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം ഞാനല്ലാണ്ട് പിണങ്ങി പാർട്ടിക്കെതിരെ സംസാരിച്ച് നിൽക്കുകയല്ല. ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും എൻ്റെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെയാണ് ഞാൻ ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൽ താങ്കൾക്ക് ഒരു ചുമതല വേണം, താങ്കൾക്ക് അങ്ങനെ ഒരു ചുമതല കിട്ടുന്നില്ല. അല്ല, എന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. നിങ്ങൾ എഴുതാത്ത പ്രവർത്തനം വായിക്കുന്നു. അല്ല, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള അവസരം പാർട്ടി ഏത് ചുമതല, പക്ഷേ അല്ല, അങ്ങനെ പാർട്ടി എന്തുകൊണ്ട് വിശ്വാസത്തിൽ താങ്കളെ എടുക്കുന്നില്ല കേരളത്തിൽ? കേരളത്തിലൊരു വലിയൊരു ജോലിയല്ലേ നൽകേണ്ടത്? അതൊക്കെ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആർക്ക് എന്ത് ചുമതല കൊടുക്കണം. എനിക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ചുമതല ഞാൻ നിറവേറ്റും. അതാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിന്നെ ഇന്ന ചുമതല ഏൽപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4 വർഷവും അച്ചടക്കത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലവരായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയത്. ഉറപ്പായിരിക്കും വലിയൊരു ബഹളത്തിലേ അത് കലാശിക്കുമായിരുന്നുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കളെ ഏൽപ്പിക്കേണ്ടത് ഇപ്പോഴത്തെ ജോലിയൊന്നുമല്ല, ഏറ്റവും വലിയ ജോലി എന്താണോ അതാണ് താങ്കളെ ഏൽപ്പിക്കേണ്ടത്. അതായത് ഈ പാർട്ടിയെയും മുന്നണിയെയും അധികാരത്തിൽ എത്തിച്ചേ തീരൂ എന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ചുമതല താങ്കളെ ഏൽപ്പിക്കണം. അതിനുവേണ്ടി ഈ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യവും ഞാൻ. അതൊരു വേറൊരു പ്രവർത്തകൻ എന്ന രീതിയിൽ ചുമതല വേണമെന്നൊന്നുമില്ല, ചുമതല ഒന്നും വേണമെന്നില്ല, ഞാൻ ചെയ്യും.
പക്ഷേ അപ്പോഴും താങ്കൾ പറയുന്നത് ആ ഒരു തടസ്സം താങ്കൾ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസും യു ഡി എഫുമാണ് എല്ലാം മനസ്സിലാക്കേണ്ടത്, ആ തടസ്സം നീക്കേണ്ടത് എന്നുള്ളത്. അതൊരു വലിയ വാചകം തന്നെയാണ്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പാർട്ടി യു ഡി എഫും പാർട്ടിയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തു വരാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അവർ തടസ്സമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ എപ്പോഴും പുറത്ത് പറയുന്ന ഒരു അതാണ് നിങ്ങൾ മനസ്സിലാക്കി, യു ഡി എഫ് എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസമാണ്. എൽ ഡി എഫിനകത്ത് ആർക്കും വാ തുറക്കാൻ പറ്റില്ല, ഇവിടെ അങ്ങനെയല്ല. ഇന്ന് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യു ഡി എഫിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തും പ്രശ്നങ്ങളില്ല, കുറവാണ്. അപ്പം വേണ്ടതെന്താണ്? ഒറ്റക്കെട്ടായി ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. മുമ്പത്തേക്കാൾ വ്യത്യസ്തമായിട്ട് യുവാക്കളുടെ ഒരു നിര ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ. മുമ്പത്തേക്കാൾ വ്യത്യസ്തം എന്ന് പറയുന്നത് ഈ സമീപകാലത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കളൊക്കെ ഉള്ള കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു യുവനിര അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാന കോൺഗ്രസിൻ്റെ ഒരു കടിഞ്ഞാൺ കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ടോ ഇപ്പോൾ? അല്ല, എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ കോൺഗ്രസ്സിൽ. കാർത്തികേയനെ, ഞാൻ, പന്തള സുധാകരൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വന്നു. ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ പഴയ കാലത്ത്. അതിന് മുമ്പ് എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, കൊട്ടറ ഗോപാലകൃഷ്ണൻ, എ സി ഷൺമുഖദാസ്, എൻ രാമകൃഷ്ണൻ, അങ്ങനെ നിര വന്നു. അത് ഓരോ കാലഘട്ടങ്ങളിലും കോൺഗ്രസ്സിനകത്ത് പുതിയ നിരകൾ വരുന്നത് സ്വാഭാവികമാണ്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, നമ്മുടെ പാർട്ടി മാത്രമല്ല. അതിപ്പോഴും കുറച്ച് ചെറുപ്പക്കാരെ നമ്മൾ കൊണ്ടുവരും, അവർക്ക് അവസരം കൊടുക്കും. നാളെ ഈ പാർട്ടി മുന്നോട്ട് പോകണ്ടേ? പക്ഷേ അങ്ങനെ അവസരം കൊടുത്ത് അവരെ കൊണ്ടുവന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത് നിലവിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ സമീപകാലത്തെ ഈ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ വിജയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ആയിട്ടാണ് കൂടുതലും കണക്കാക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആ രീതിയിലുള്ള കടുംപിടുത്തങ്ങൾ പ്രയോഗിച്ചതുമൊക്കെ. ആ തോൽവി സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം തിളക്കമാകുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സമീപകാലത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തന്നെ നയിക്കട്ടെ എന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡ് പോകുമല്ലോ. അങ്ങനെയാണല്ലോ, ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണല്ലോ എപ്പോഴും പ്രയോറിറ്റി. അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ വരട്ടെ, ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുക. അതിനപ്പോൾ ആർക്കാ തർക്കമുള്ള ഇവിടെ? പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ ആരെ എതിർക്കാൻ പോകുന്നത്? ആരും എതിർക്കില്ല. ഈ ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുക്കുമെന്ന് എപ്പോഴും പറയുമ്പോഴും ഈ ഹൈക്കമാൻഡാണ് ഈ പൊല്ലാപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ 4 വർഷവും താങ്കൾക്ക് ഒരു പിണക്കവും എനിക്കില്ലാതെ ഞാൻ പാർട്ടിയിൽ എൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയല്ലോ എന്ന് പറയേണ്ടി വന്നത്. മറ്റൊരാളായിരുന്നുവെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും പ്രതികരിച്ചേനെ എന്ന്. അപ്പോൾ അവിടെ ഹൈക്കമാൻഡിനോട് തെറ്റ് പറ്റിയത് കൊണ്ടല്ലേ 2021? അല്ല, ഇതിന് മുമ്പാണെങ്കിലും ഞാനെപ്പോഴും അങ്ങനെയാണ്, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഞാൻ 2.5 വർഷം ചേർന്നില്ല. എനിക്ക് വേണമെങ്കിൽ ചേരാമായിരുന്നു. അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇതുവരെ പുറത്ത് പറയാത്തൊരു കാര്യം, ഇപ്പോഴും പറയുന്നില്ല. അപ്പോൾ അധികാരമല്ല വലുത്. ഞാൻ ഒരിക്കലും അധികാരത്തിൻ്റെ പിന്നാലെ പോകാത്ത ഒരാളാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിനിടയിൽ ആകെ മന്ത്രിയായിരിക്കുന്ന ആദ്യം ഒരു 10 മാസവും പിന്നെ 2.5 വർഷമാണ്. ഞാൻ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടിയ ചരിത്രം ഒരിടത്തും ആർക്കും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിനുവേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും. നാളെയാണ് ഞാൻ ചെയ്യും. ഞാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞ ഒരു വിവരം കൂടിയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകണമായിരുന്നുവെങ്കിൽ 2014 തന്നെ മുഖ്യമന്ത്രി ആകാമായിരുന്നു. അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇപ്പം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. അല്ല, ആണോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അതൊരു രാഷ്ട്രീയ അവിടെയും ഇവിടെയും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ഞാൻ ആത്മകഥ എഴുതുമ്പോൾ പറയാം. അപ്പോൾ താങ്കൾ നിഷേധിക്കുന്നില്ല ഇത്? ഞാൻ ഒന്നും നിഷേധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ എന്തായാലും നിഷേധിച്ചു. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. കാരണം 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അവിടെ ഒരു 2014 കൂടി അവിടെ ഒരു അധികാരമാറ്റം ഉണ്ടാകാമെന്നുള്ള ഒരു വാക്കാൽ ധാരണയുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അത് ഞാൻ പറയും, ഒരു കാലത്ത് പറയും. ഞാൻ ഇപ്പോൾ അല്ല, എല്ലാവരോടും ഞാനതാ പറഞ്ഞേക്കുന്നത്. ഇപ്പം എനിക്ക് പറയും. അപ്പോൾ അങ്ങനെ ഒരു എന്തുകൊണ്ട് 2.5 വർഷം ഞാൻ മന്ത്രിയായില്ല എന്നുള്ളത് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു നിഗൂഢമായ കാര്യമാണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പിന്നെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ ഞാൻ പറയാൻ തയ്യാറില്ല. അല്ല, അത് ഉമ്മൻചാണ്ടിയും താങ്കളും തമ്മിൽ മാത്രം നടന്ന ഒരു ആശയവിനിമയമാണോ? ശരി, വേറെ ചോദ്യത്തിലേക്ക് കടന്നു. ശരി, അപ്പോൾ എന്തായാലും താങ്കൾ ആ 10 വർഷം മുമ്പേ മുഖ്യമന്ത്രി ആകാമായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല. ശരി, എന്തായാലും ഈ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളിൽ ഇപ്പോൾ കെ കരുണാകരൻ്റെ വത്സല ശിഷ്യൻ എന്ന രീതിയിൽ താങ്കൾക്ക് വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നയാളാണ്. അങ്ങനെ വരുമ്പോൾ 2021 പാളിപ്പോയി. കാരണം എന്ത് വെച്ചാൽ അന്ന് കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ താങ്കൾ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ 2026 താങ്കളുടെ ആ പഴയ തന്ത്രങ്ങൾ തേച്ചു മിനുക്കി വരുവാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ അത് പാർട്ടി നൽകുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനത്തെ തന്ത്രങ്ങളുടെ കാര്യം വളരെ സിമ്പിളല്ലേ കാര്യം. പാർട്ടി അധികാരത്തിൽ വരിക. പാർട്ടി അധികാരത്തിൽ വന്നിട്ടല്ലേ നമുക്കെല്ലാം ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റൂ. 10 വർഷം ഈ ഗവൺമെൻറ് ഭരിച്ച് ഈ നാട്ടിലൊന്നും ചെയ്തില്ല. ആ ചെയ്യാത്തിടത്ത് ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കാൻ
കേരളത്തിൽ UDF കഴിയും. അതിനുള്ള അവസരം ജനങ്ങൾ നൽകണം. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. 2021 മുതൽ 24 വരെ UDFും കോൺഗ്രസും ഒക്കെ എത്ര സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല? എത്രയോ അവസരങ്ങൾ കിട്ടി. 2016 മുതൽ 2021 വരെ അങ്ങനെ ആയിരുന്നില്ല. താങ്കൾ എത്രയോ വിഷയങ്ങൾ കൊണ്ടുവന്നു. ആ വിഷയങ്ങൾക്ക് കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ വഴി അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ ഘട്ടങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീരുമാനങ്ങൾ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയാമോ 2021 മുതൽ 24 വരെ, ഇപ്പോൾ 25 വരെ ചെയ്തതിൽ? അല്ല, ചെയ്തിട്ടുണ്ട്, സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സമരങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നത് ശരി. ഒരെണ്ണം എടുത്തു പറയാമോ? തിളക്കം താങ്കൾക്ക് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? എപ്പോഴും ചർച്ചകളിൽ അത് പറയാറുമുണ്ട്. താങ്കൾ കൊണ്ടുവന്ന കാര്യങ്ങൾ, താങ്കൾ നടത്തിയ പ്രസ് മീറ്റുകൾ, അതിൽ സർക്കാർ പ്രതിരോധത്തിലായത്, നിയമ പോരാട്ടങ്ങളിലെ വിജയമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഒരെണ്ണം എടുത്തു പറയാൻ താങ്കൾക്ക് കഴിയും? അല്ല, സമരങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലോ. സമരങ്ങളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഏത് വിഷയമുണ്ടായിരുന്നു? പ്രതിപക്ഷം കൊണ്ടുവന്ന ഏത് വിഷയം? ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടെന്നില്ലേ? പക്ഷെ അതൊക്കെ കോടതികളിൽ പോയി പോരാടി ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ താങ്കൾ കൊണ്ടുവന്ന വിഷയങ്ങൾ അങ്ങനെയല്ല. താങ്കൾ സ്വയം വില കുറച്ച് കാണരുത്. താങ്കൾ സ്വയം വില കുറച്ച് കാണരുത്. താങ്കൾ 2016-21 കൊണ്ടുവന്ന അത്രയും അതിൽ പകുതിയെങ്കിലും ചെയ്യാൻ 2021-25 കാലഘട്ടത്തിൽ കോൺഗ്രസിനും UDFിനും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരുടെ പരാജയമാണത്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പരാജയമാണ്, പക്ഷേ പ്രതിപക്ഷം അതിനേക്കാൾ പരാജയമാണല്ലോ എന്ന്. എന്നൊരു അഭിപ്രായം എനിക്കില്ല. അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, കാർബോണ്ടം അഴിമതി എന്നുള്ള കാര്യം. അതിന് എന്ത് പിന്തുണയാണ് UDFിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടിയത്? അല്ല, ആ അഴിമതി അതുകൊണ്ടില്ല, അഴിമതി ആവാതിരിക്കുന്നില്ലല്ലോ. അഴിമതിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പേരിലുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BOT അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചുമതല കൊടുത്ത് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 30 കഴിഞ്ഞതാണ്. ഇപ്പോഴും അനധികൃതമായി അവർ കാർബോണ്ടം കമ്പനി ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അവർ കൊള്ളലാഭം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല. ഗവൺമെൻറ്റും മിണ്ടുന്നില്ല. ഒരു മന്ത്രി ഉണ്ടല്ലോ. ഗവൺമെൻറ്റും മിണ്ടുന്നില്ല, പ്രതിപക്ഷവും മിണ്ടുന്നില്ല. മന്ത്രി മിണ്ടിയിട്ടുണ്ടോ? മന്ത്രി ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. ഇതിൽ മന്ത്രി ഉണ്ടോ? അപ്പോൾ താങ്കളുടെ ആ പോരാട്ടം തുടരും? ഒരു സംശയവുമില്ല, തുടരും. പക്ഷേ അതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അത് സാരമില്ല. അതിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൂട്ടായിട്ട് വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്കും പോരാടാം. ഈ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടേണ്ട എന്ത് അവസ്ഥയാണുള്ളത്? കാരണം അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിന് അത് നിങ്ങളുടെ ഒരു വിലയിരുത്തലല്ലേ. ഒറ്റയ്ക്ക് പോരാടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പഴയ ഒരു പ്രശസ്തമായ ഒരു താങ്കളുടെ ഒരു വാചകമുണ്ട്, എന്നെ ഒരു നായർ ബ്രാൻഡാക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ട് എനിക്ക് അതൊരു പുതിയൊരു വാക്കായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വന്നതാണ്. മാറിയോ അത് പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും മാറി. ഇപ്പം അങ്ങനെ ബ്രാൻഡില്ല. കൊണ്ടുവന്ന ആരാന്ന് എനിക്കറിയാം, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത്, എന്നെ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ കഴിഞ്ഞ 11 വർഷക്കാലം NSSുമായിട്ട് എനിക്ക് നല്ല ബന്ധമല്ലായിരുന്നു. പക്ഷെ ഞാനത് രാജ്യത്തൊട്ടാകെ നടന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നിലപാടിൽ അതുവരെ ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുമില്ല. ഈ 11 വർഷം NSS നേതൃത്വമായിട്ട് ഞാൻ 11 വർഷം അകന്നു നിന്നപ്പോൾ ഒരാളും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. എന്നെ ആ സമയം എന്നെ യോഗത്തിന് വിളിച്ചപ്പം ആളുകളെല്ലാവരും കൂടി അഭിപ്രായം പറയാൻ തുടങ്ങി. അതായത് മതസാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നു എന്നുള്ളത് അല്ലേ? അതൊക്കെ ആരാ നിരങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ആരാണ്? അല്ല, എല്ലാ രാഷ്ട്രീയക്കാരും നിരങ്ങുമല്ലേ ഇപ്പം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിരങ്ങല്ലേ. അല്ല, ഇതിനെ ഈ കാര്യത്തെ LDFിൽ കൊണ്ട് കെട്ടാൻ നോക്കുന്നത് അതെല്ലാം LDF ആണെങ്കിലും UDF ആണെങ്കിലും എല്ലാ സമുദായ നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതിന് നല്ലൊരു പേരും കൊടുക്കും, സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ സമുദായങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. ഇൻക്ലൂസീവാണ്. നമ്മളാരെയും പുറത്താക്കത്തില്ല. ചെറുതോ വലുതോ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തും. ഇപ്പോൾ ഞാനത് ചെയ്താൽ എല്ലാ സംഘടനകളും ഒരുമിച്ച് താങ്കളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ മതസംഘടനകളും. ഇത് പണ്ട് ശ്രമിക്കുന്ന ശിവഗിരി വിളിക്കാറുണ്ട്, NSSനെ വിളിക്കാറുണ്ട്. സമസ്ത ഈ മുസ്ലിം ലീഗിൻ്റെ മായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഞാൻ പോയ ജാമിയ നൂറിയ എന്നെ എത്രയോ തവണ വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ വരുന്നത് കൊണ്ടാണ് അതിന്. കാരണം ഇന്ന് പണ്ടൊന്നും ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയ അല്ലാതെ ടെലിവിഷൻ മാധ്യമങ്ങളോ സജീവമല്ലായിരുന്നു. ഇന്നിപ്പോൾ സജീവമായതുകൊണ്ട് വാർത്തകൾ വരും, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ മതസാമുദായിക സംഘടനകളുടെ ചടങ്ങിൽ പോകുന്നതൊക്കെ ശരി, അതുപോലെ തന്നെ അവരെ ഒരുമിപ്പിക്കുന്നതും ശരി, ഇൻക്ലൂസീവ് ആയിരിക്കണം. പക്ഷേ ഒരു സാമുദായിക നേതാവ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അപമാനിക്കുന്നതോ? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ BD സതീശിനെതിരെ എത്രയോ മോശപ്പെട്ട വാക്ക് പ്രയോഗിച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നൊരു എതിർപ്പ് അതിനെക്കുറിച്ച് ഉണ്ടാകാതിരുന്നത്? അത് എന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം, അന്നാരെല്ലാം പറഞ്ഞു തിരിച്ച്.
സാമുദായിക നേതാക്കന്മാർ എന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി മറുപടി പറഞ്ഞു. ഞാൻ അവർക്കൊന്നും ഒരിക്കലും മറുപടി പറഞ്ഞിട്ടില്ല, ഞാൻ പറയാറുമില്ല. അല്ല, കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടത് ആരാണ്? അത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ്. പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയെന്ന് UDF കൺവീനർ പ്രതികരിച്ചല്ലോ ശക്തമായി തന്നെ, കേട്ടില്ലേ? അത് കൂടുതൽ വേണം. എന്നെ പ്രതികരണം വേണ്ടതാണ്. എന്നെ വിമർശിച്ചപ്പെടുന്നു, അവരാരും ചെയ്തില്ല. എനിക്ക് പരാതിയൊന്നുമില്ല. അതാണ് താങ്കൾ പറഞ്ഞത്. അല്ല, അതാണ് താങ്കൾ പറഞ്ഞ ഈ 10 വർഷം NSSുമായിട്ട് അകന്നു നിന്നപ്പോൾ ആരും ഒന്നും അത് പാച്ചപ്പ് ചെയ്യാൻ വരികയോ അഭിനന്ദിക്കുകയോ ചെയ്തില്ല. ആരും എന്നെ അഭിനന്ദിച്ചല്ലോ ഞാൻ അവർക്കെതിരെ നിലപാടെടുക്കുന്നതായിട്ട്. അല്ലോ ചെയ്തു. അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വേണമെങ്കിൽ ഒരു ഇറക്കത്തിന് പോലും കാരണമായേക്കാവുന്ന ഒരു സംഭവം താങ്കൾ റിസ്ക് എടുത്ത് ചെയ്തു. അന്ന് NSSുമായിട്ട് അകന്നു. പക്ഷേ അതിനുള്ള പ്രതിഫലം താങ്കൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആരും താങ്കളെ അക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ തയ്യാറായില്ല. പ്രതിഫലം വെച്ച് ചെയ്തതല്ല. ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ എടുക്കേണ്ട നിലപാട് അതാണെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ്. എന്തിനാണ് NSSനെ പിണക്കിയിട്ട് എന്ത് നിലപാടാണ്? അതിൻ്റെ നിലപാടായിരുന്നു. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞതിനെതിരായിട്ടുള്ള നിലപാട്. NSSനെ പിണക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് ആ സന്ദർഭത്തിൽ എനിക്ക് എടുക്കാൻ കഴിയുന്ന നിലപാട് അതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ മന്ത്രിയായില്ല, പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ്. പക്ഷേ എന്തോ രഹസ്യം താങ്കൾ മനസ്സിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതെന്തായാലും ആത്മകഥയിലൂടെ തന്നെ പുറത്തു വരും, അല്ലേ? താങ്ക് യു. ശരി, നന്ദി എന്തായാലും.